നിങ്ങളുടെ വീടുകളിൽ നാച്ചുറൽ സ്റ്റോൺസ് ഒട്ടിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ തൊട്ട് നമ്മൾ അത് വീട്ടിൽ കൊണ്ടുപോയി ഒട്ടിക്കുന്നത് വരെയുള്ള ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. എൻ്റെ പേര് നിക്സൺ ദേവസി. അപ്പോൾ നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിൽക്കുന്നത് പി സ്റ്റോൺ ഗാലറി NH ബൈപ്പാസ് എടപ്പള്ളിയിലുള്ള പി സ്റ്റോൺ ഗാലറിയിലാണ്. കേരളത്തിലെ തന്നെ നാച്ചുറൽ സ്റ്റോൺസിന്റെ ഏറ്റവും വലിയ എക്സ്ക്ലൂസീവ് ഷോറൂമാണ് പി സ്റ്റോൺ ഗാലറി. നമുക്ക് നാച്ചുറൽ സ്റ്റോൺസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പല ടൈപ്സ് ഓഫ് സ്റ്റോൺസ് ആണ് നമുക്കുള്ളത്. അതായത് ഗ്രാനൈറ്റ് ഉണ്ട്, മാർബിൾ ഉണ്ട്, സാൻഡ് സ്റ്റോൺ ഉണ്ട്, ലൈം സ്റ്റോൺ ഉണ്ട്, സ്ലേറ്റ് സ്റ്റോൺ ഉണ്ട്. അപ്പൊ പല വെറൈറ്റി സ്റ്റോൺസിനും അതിൻ്റെതായ പ്രത്യേകതകളുണ്ട്. പിന്നെ നമ്മൾ അത് എങ്ങനെയൊക്കെ യൂസ് ചെയ്യണം, എങ്ങനെയൊക്കെ ട്രീറ്റ് ചെയ്യണം എന്നുള്ളത് നമുക്ക് ഈ വീഡിയോയിൽ ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞു തരാം. ഇതിപ്പോൾ നമുക്ക് സാൻഡ് സ്റ്റോൺ ആണ് നമ്മൾ ഈ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. സാൻഡ് സ്റ്റോൺ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം, അത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അബ്സോർപ്ഷൻ, വാട്ടർ അബ്സോർപ്ഷൻ വളരെ കൂടുതലുള്ള സ്റ്റോൺ ആണ്. അപ്പൊ നമ്മൾ അതനുസരിച്ച് തന്നെ നമ്മൾ അതിനെ പ്രൊട്ടക്ട് ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട്. പിന്നെ അതുപോലെ സ്ലേറ്റ് സ്റ്റോൺ, ഈ ഇരിക്കുന്നത് സ്ലേറ്റ് സ്റ്റോൺ ആണ്. സ്ലേറ്റ് സ്റ്റോൺ എന്ന് പറഞ്ഞാൽ സാൻഡ് സ്റ്റോണിനെ അപേക്ഷിച്ച് അബ്സോർപ്ഷൻ കുറവാണ്. നമ്മൾ അബ്സോർബ് ഇല്ലെന്നല്ല പറയുന്നത്, അബ്സോർപ്ഷൻ ഉണ്ട്. പക്ഷെ എങ്കിലും സാൻഡ് സ്റ്റോണിനെ അപേക്ഷിച്ച് അബ്സോർപ്ഷൻ ഇതിന് കുറവാണ്. ഇതിനകത്ത് വരുമ്പോൾ നമുക്ക് സാൻഡ് സ്റ്റോണിൽ വരുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് യെല്ലോ കളറ്, വൈറ്റ് കളറ് അങ്ങനെയുള്ള കോമ്പിനേഷൻസ് മാത്രമേ നമുക്ക് കിട്ടാറുള്ളൂ. പക്ഷേ സ്ലേറ്റ് സ്റ്റോണിലേക്ക് വരുമ്പോൾ കണ്ട കളേഴ്സ് എല്ലാം മിക്സപ്പ് ആയിട്ടാണ് വരുന്നത്. സ്ലേറ്റ് സ്റ്റോൺ കൂടുതലും വരുന്നത് നമുക്ക് ആന്ധ്രയിൽ നിന്നാണ്, പിന്നെ രാജസ്ഥാനിൽ നിന്നും വരുന്നുണ്ട്. അപ്പോൾ രാജസ്ഥാന്റെ സ്ലേറ്റ് സ്റ്റോൺ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി നമുക്ക് കുറച്ചുകൂടി ഹാർഡായിരിക്കും മെറ്റീരിയൽ, കാണാൻ കുറച്ചുകൂടി ഭംഗിയൊക്കെ ഉണ്ടാവും രാജസ്ഥാന്റെ സ്റ്റോൺ എന്ന് പറയുമ്പോൾ. ഇത് വരുമ്പോൾ ആന്ധ്രയുടെ സ്റ്റോൺ ആണ് നമ്മൾ ഈ ചെയ്തിരിക്കുന്നത്. അതിനകത്തും കളർഫുൾ ആയിട്ട് തന്നെയാണ് കേട്ടോ വരുന്നത്. പല കളേഴ്സ്, യെല്ലോ, ബ്ലാക്ക് എല്ലാം മിക്സപ്പ് ആയിട്ട് തന്നെയാണ് വരുന്നത്. അപ്പൊ നമ്മളിപ്പോ സ്ലേറ്റ് സ്റ്റോണിനെ കുറിച്ച് പറഞ്ഞ് ഇനി നമുക്ക് ഗ്രാനൈറ്റിലേക്കും മാർബിളിലേക്കും വരാം. ഇത് നമ്മൾ ഗ്രാനൈറ്റും മാർബിളും മിക്സ് ചെയ്തിട്ട് ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നതാണ്. ഇതിന്റെ സൈസ് വരുമ്പോൾ 1/1 ആണ് കേട്ടോ. 30 സെന്റിമീറ്റർ ബൈ 30 സെന്റിമീറ്ററിലാണ് ഇത്. ബാക്കിൽ ഒരു മെഷ് ഉണ്ട്, മെഷിലാണ് ഇത് സെറ്റ് ചെയ്ത് വരുന്നത്. ഇതിപ്പോ നമുക്ക് നാച്ചുറൽ സ്റ്റോൺസ് നമുക്ക് എവിടെ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇന്റീരിയർ, എക്സ്റ്റീരിയർ, പിന്നെ നമ്മുടെ ബെഡ്റൂം, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഡൈനിങ് ഏരിയ, പിന്നെ വാഷ് കൗണ്ടർ ഏരിയ, പ്രെയർ ഏരിയ, ഷോ വാള്, എല്ലായിടത്തും നമ്മളിപ്പോൾ നാച്ചുറൽ സ്റ്റോൺസ് കൊണ്ടാണ് എല്ലാം അലങ്കാരമാക്കിയിരിക്കുന്നത്. അപ്പൊ അതുപോലെ തന്നെ നമുക്ക് ബെഡ്റൂംസിലേക്കൊക്കെ ആണെങ്കിൽ കുറച്ചൊരു സ്മൂത്ത് ആയിട്ടുള്ള സ്റ്റോൺസ്, അതായത് ഇത്ര റഫ്നെസ് സ്റ്റോൺ എടുക്കാതെ സ്മൂത്ത് ആയിട്ടുള്ള സ്റ്റോൺസ് എടുക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പിള്ളേരൊക്കെ ഉള്ള ഒരു ഏരിയ ഒക്കെ ആണെങ്കിൽ അവരുടെ ഇതൊക്കെ കൊണ്ട് കൈയൊക്കെ പൊട്ടാൻ ചാൻസസ് കുറച്ച് കൂടുതലായിരിക്കും. അപ്പൊ നമ്മൾ ഏതൊക്കെ ടൈപ്സ് ഓഫ് സ്റ്റോൺസ് ഉണ്ടെന്ന് കണ്ട് പിന്നെ നമ്മൾ ഇത് എവിടെയൊക്കെ ഫിക്സ് ചെയ്യാം എന്നുള്ളത് ഞാൻ പറഞ്ഞിരുന്നു. പിന്നെ നമ്മൾ സ്റ്റോൺ പർച്ചേസ് ചെയ്യാൻ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു മെയിൻ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഐഡിയ ഉണ്ടാവണം. നമുക്ക് നമ്മുടെ ഇന്റീരിയർ ആയാലും എക്സ്റ്റീരിയർ ആയാലും എങ്ങനെ സ്റ്റോൺ പർച്ചേസ് ചെയ്യണം എന്നുള്ളത്. അതായത് നമ്മുടെ കളർ കോമ്പിനേഷന്, പിന്നെ ഇന്റീരിയറിലേക്ക് കൊണ്ടുവന്നിട്ട് നമ്മൾ ട്രഡീഷണൽ ലുക്കിലൊക്കെ കൊണ്ടുവന്നിട്ട് ഇങ്ങനത്തെ ഒരു സ്റ്റോൺ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അത് ഭംഗിയാവണം എന്നില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ വ്യക്തമായിട്ട് നമുക്കൊരു ഐഡിയ വേണം. നമുക്ക് ഇന്റീരിയർ അല്ലെങ്കിൽ എവിടെ സ്റ്റോൺ ഒട്ടിക്കുന്നോ അവിടെയെല്ലാം നമുക്ക് ഏതൊക്കെ സ്റ്റോൺ ആപ്റ്റ് ആവും എന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒരു ഐഡിയ ഉണ്ടായിരിക്കണം. നമ്മുടെ ഷോപ്പിൽ ഒരു 400-ൽ പരം ഡിസൈൻസ് നമുക്കുണ്ട്. അപ്പൊ നിങ്ങളുടെ ഇന്റീരിയറിനായാലും എക്സ്റ്റീരിയറിനായാലും നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുന്ന ഒത്തിരി ഡിസൈൻസ് ആണ് നമ്മുടെ ഷോപ്പിലുള്ളത്. അപ്പൊ നിങ്ങൾ നാച്ചുറൽ സ്റ്റോൺസ് പർച്ചേസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രത്യേക ഒരു കാര്യമുണ്ട്. എപ്പോഴും നമ്മൾ കുറച്ച് സ്ക്വയർ ഫീറ്റ് കൂടുതൽ എടുത്ത് വെക്കുക. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പിന്നെ വരുമ്പോൾ അതിന്റെ ലോട്ടിൽ വേരിയേഷൻസ് വരും. നമ്മൾ നാച്ചുറൽ സ്റ്റോൺസ് ആണ്, അപ്പോൾ സെയിം കളർ കിട്ടണം എന്നില്ല. അപ്പോൾ അതിന്റെ വേരിയേഷൻസ് വരുന്ന കാരണം കൊണ്ടാണ് നമ്മളത് കുറച്ച് സ്റ്റോൺസ് കൂടുതൽ എടുത്ത് വെക്കാൻ പറയുന്നത്. പിന്നെ അത് ലോങ് റണ്ണിലൊക്കെ ചിലപ്പോൾ നമ്മുടെ ഒരു പീസസ് ചിലപ്പോൾ മെഷീനൊക്കെ വിട്ടുപോരെ, അല്ലെങ്കിൽ അത് ഡിബോണ്ട് ആയിട്ട് പോകുന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ സെയിം കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ പറയുന്നത്. അപ്പോൾ നമ്മൾ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ക്വയർ ഫീറ്റ് കൂടുതൽ എടുക്കാൻ പറയുന്നത് പിന്നെ വേറൊരു കാരണം കൂടിയുണ്ട്. ഇതിനകത്ത് നമുക്ക് ട്രാൻസ്പോർട്ടേഷനിൽ ബ്രേക്കേജസ് വരാം. പിന്നെ നമ്മുടെ സ്റ്റോൺ ആണ്, അതപ്പോൾ നമുക്ക് ബണ്ടിലിൽ ചെറിയ ബ്രേക്കേജസ് ഉണ്ടാവും. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് മാക്സിമം കുറച്ച് സ്ക്വയർ ഫീറ്റ് കൂടുതൽ എടുത്ത് വെക്കാൻ പറയുന്നത്. അപ്പൊ നമ്മൾ സ്റ്റോൺ പർച്ചേസ് ചെയ്ത് വീട്ടിൽ കൊണ്ടുപോയി ഒട്ടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഞാൻ ഇനി പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നത് സ്റ്റോൺ എവിടെയൊക്കെ ഒട്ടിക്കാം എന്നുള്ളത്. അപ്പൊ നിങ്ങൾക്കൊരു ധാരണ ഉണ്ടാവും. ആ സ്ഥലം, അതായത് ഏത് വാളിലാണോ നമ്മൾ സ്റ്റോൺ ഒട്ടിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വാള് റഫായിട്ട് ഇടുക. പിന്നെ നമ്മൾ മാക്സിമം അത് വാട്ടർ പ്രൂഫ് ചെയ്യാൻ നോക്കുക. വാട്ടർ പ്രൂഫ് ചെയ്തില്ലെങ്കിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്റ്റോൺസ് ചെറിയ ചെറിയ സ്റ്റോൺസ് ആണ്, സ്റ്റോൺസിന് ഗ്യാപ്സ് ഉണ്ട്. ആ ഗ്യാപ്പിലൂടെയൊക്കെ വെള്ളം ഇറങ്ങിയിട്ട് ചിലപ്പോൾ നമ്മൾ ഭിത്തിയൊക്കെ കനക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. അതല്ലെങ്കിൽ പലരും കണ്ടിട്ടുണ്ടാവും, നമ്മൾ സ്റ്റോൺ ഒട്ടിച്ചേക്കുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ വെള്ളമൊക്കെ വന്നിട്ട് ഒരു വെള്ളം പാണ്ട് പിടിച്ച പോലത്തെ ഒരു എഫക്റ്റ് ഒക്കെ വരാറുണ്ട്. അത് നമ്മൾ പിന്നെ തരുന്ന ഗമ്മിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും സിമെന്റ് ആഡ് ചെയ്യാതിരിക്കുക. നമ്മൾ ചെയ്യുന്ന ഗം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ C2 ഗ്രേഡ് പോളിമർ കണ്ടന്റ്, ഫൈബർ കണ്ടന്റ് അടങ്ങിയ ഗമ്മുകളാണ് നമ്മൾ തരുന്നത്. നിങ്ങൾ സിമെന്റ് ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ നേരത്തേക്ക് കുറച്ച് കാശ് ലാഭമൊക്കെ കിട്ടും. പക്ഷേ നിങ്ങളുടെ കാശ് പോയെന്ന് വിചാരിക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തരുന്ന ഗമ്മിനകത്ത് സിമെന്റ് ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് നാൾ കഴിയുമ്പോൾ ഈ സ്റ്റോൺസ് മെഷിൽ നിന്നോ അല്ലെങ്കിൽ ഭിത്തിയിൽ നിന്നോ അടർന്നു പോരാനുള്ള ചാൻസസ്
വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്ന ഗമ്മിൽ തന്നെ സിമെന്റ് ആഡ് ചെയ്യാതെ ഒട്ടിക്കാൻ നോക്കുക. അതേപോലെ തന്നെ നമ്മൾ പ്രൊട്ടക്ഷനും കൊടുക്കുക. ഇപ്പൊ സിമെന്റ് ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു അതിന്റെ ഡീബോണ്ട് ആയി പോകും പീസസ്, പിന്നെ നമുക്ക് കിട്ടില്ലെന്ന് വരെ പറഞ്ഞു. ഇപ്പൊ നമുക്ക് ആ ടൈമിന് നമുക്ക് ആ സെയിം പീസസ് കിട്ടണം എന്നില്ല. ഇനിയിപ്പോ എന്തെങ്കിലും കാരണവശാൽ നിങ്ങൾ ആ സ്റ്റോൺ ഒട്ടിക്കുന്ന സ്ഥലം പുട്ടിയിട്ട് പോയിട്ടുണ്ടെങ്കിൽ നമ്മളത് ജസ്റ്റ് റഫ് ചെയ്യുക. അതായത് നമ്മൾ ഗ്രൈൻഡ് ചെയ്തിട്ട് ഇപ്പൊ എവിടെയൊക്കെ പുട്ടിയിട്ടുണ്ടോ ആ പുട്ടി മൊത്തം ഗ്രൈൻഡ് ചെയ്ത് കളയുക. ഗ്രൈൻഡ് ചെയ്ത് കളഞ്ഞിട്ട് വേണം നമുക്ക് ഗമ്മിൽ സ്റ്റോൺ ഒട്ടിക്കാനായിട്ട്. പിന്നെ നമുക്ക് ചെറിയ ഏരിയ ഒക്കെ ഉള്ളൂവെങ്കിൽ, അതായത് ഷോർട്ട് വ്യൂ ഒക്കെ ആണെങ്കിൽ നമുക്ക് ചെറിയ സൈസസ് ആയിരിക്കും കാണാൻ ഭംഗി. പിന്നെ അതേപോലെ തന്നെ ലോങ് വ്യൂ എലിവേഷൻ ഉള്ള വീടൊക്കെ ആണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി വലിയ സൈസസ് എടുക്കുക. വലിയ സൈസ് എടുത്ത് കഴിയുമ്പോൾ നമുക്ക് കാണാനും ഭംഗി, ലോങ് വ്യൂലൊക്കെ കാണാൻ ഭംഗിയായിരിക്കും. അതുപോലെ നമുക്ക് ലാട്രേറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ലാട്രേറ്റ് 2 സൈസാണ് വരുന്നത്, 7x12 6x12 സൈസസ് വരുന്നുണ്ട്. ലാട്രേറ്റ് ഒട്ടിക്കുന്നവർക്കും ട്രഡീഷണൽ ആയിട്ട് പോകേണ്ടവർക്കും നമുക്ക് ലാട്രേറ്റ് ഒട്ടിക്കാം. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നത് നമുക്ക് സ്റ്റോൺസ് പല ടൈപ്പിലാണ് വരുന്നത് പറഞ്ഞത്. നമുക്ക് 30x30 സൈസിൽ വരുന്നുണ്ട്. പിന്നെ 6 ഇഞ്ച് വീതി 2 അടി നീളത്തിന്റെ പീസസും വരുന്നുണ്ട്. പിന്നെ ഇതുപോലെ തന്നെ നമുക്ക് സിംഗിൾ പീസസ്, അതായത് 2 ഇഞ്ച് വീതി 1 അടി നീളത്തിലാണ്. ഇതൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒറ്റ കളറായിട്ടാണ് വരുന്നത്. ഇത് നമ്മൾ എങ്ങനെ ഒട്ടിച്ചാലും ഒരു പ്രശ്നമില്ല. അതുപോലെ തന്നെ ഇത് കണ്ട, ഇത് വരുമ്പോൾ പല കളറായിട്ടാണ് വരുന്നത്. അപ്പൊ നമ്മൾ ഇത് ഒട്ടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളിത് ഏതെങ്കിലും പോർഷൻ ഒട്ടിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, അതായത് നമ്മൾ ജസ്റ്റ് താഴെ വെച്ചിട്ട് ഒന്ന് സോർട്ട് ഔട്ട് ചെയ്യുക. അതിന്റെ കളേഴ്സ് എല്ലാം സോർട്ട് ഔട്ട് ചെയ്ത് കഴിയുമ്പോൾ എന്നിട്ട് ഒട്ടിക്കുന്നതായിരിക്കും അതിന്റെ ഭംഗി. അതല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരേ കളർ ഒരേ സ്ഥലത്തായി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒരു ഭംഗി കുറവുണ്ടാവും. ഇനിയിപ്പോ നമ്മൾ സ്റ്റോൺ ഒട്ടിച്ച് കഴിയുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ സീലർ അപ്ലൈ ചെയ്യുക. നമുക്ക് 2 ടൈപ്പ് സീലറാണ് വരുന്നത്. ഒന്ന് ഗ്ലോസി സീലറും വരുന്നുണ്ട്, മാറ്റ് സീലറും വരുന്നുണ്ട്. അതും 2 കമ്പനിയുടെ വരുന്നുണ്ട്. ഗ്ലോസി സീലർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്റ്റോണിന്റെ ലുക്ക് എങ്ങനെയാണോ അപ്പോൾ അതനുസരിച്ച് കുറച്ച് വെറ്റ് ലുക്ക് ആയിരിക്കും വരുന്നത്. പിന്നെ മാറ്റ് സീലർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റോണിന്റെ ലുക്ക് എങ്ങനെയാണോ അതുപോലെ തന്നെയായിരിക്കും നമുക്കത് വരുന്നത്. ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഇതിപ്പോ നമ്മൾ സീലർ അടിച്ചിട്ടുണ്ട് ഇതില്. അപ്പൊ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ വെള്ളം പിടിക്കില്ല. നമ്മൾ ചേമ്പലയിൽ വെള്ളം വീഴുന്ന പോലെ ഒഴുകി പോകത്തേ ഉള്ളൂ, വെള്ളം ഒട്ടും അബ്സോർബ് ചെയ്യില്ല. പിന്നെ നമ്മൾ സാൻഡ് സ്റ്റോണിന്റെ കാര്യം പറഞ്ഞു. സാൻഡ് സ്റ്റോൺ വെള്ളം കുടിക്കുന്ന സ്റ്റോൺ ആണെന്ന് പറഞ്ഞു. ഇത് കണ്ടോ, വെള്ളം അടിച്ചു കഴിയുമ്പോൾ പെട്ടെന്ന് തന്നെ അത് കുടിക്കും. വെള്ളം കുടിച്ച് ഫുള്ളായിട്ടും സ്റ്റോൺ വെള്ളം കുടിക്കും. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് സീലർ അടിച്ച് തന്നെ അടിക്കണം എന്ന് തന്നെയാണ് നമ്മൾ പറയുന്നത്. സ്റ്റോണിന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് പറയുന്നത്. പിന്നെ നിങ്ങൾക്ക് കൂടുതൽ കാലം ഈട് നിൽക്കാനും കൂടി വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് പറയുന്നത്. അപ്പോൾ ഇന്റീരിയർ ആയാലും എക്സ്റ്റീരിയർ ആയാലും നമ്മൾ സീലർ കോട്ട് ചെയ്തിട്ട് തന്നെ പ്രൊട്ടക്ട് ചെയ്യണം സ്റ്റോണിനെ. നമുക്ക് അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 12 മാസത്തിൽ 6 മാസം മഴയും 6 മാസം വെയിലുമാണ്. അപ്പോൾ മഴ കൊണ്ട് കണ്ടിന്യൂസ് മഴ കൊണ്ട് കഴിയുമ്പോൾ നമുക്കറിയാം പായലൊക്കെ പിടിച്ച് ഫംഗസ് ഒക്കെ പിടിച്ച് നമ്മുടെ സ്റ്റോണൊക്കെ ഒരുമാതിരി ലെവലായിട്ടുണ്ടാവും. അപ്പോൾ അതിനൊക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സീലർ കോട്ട് ചെയ്യണമെന്ന് മസ്റ്റ് ആയിട്ട് പറയുന്നത്. പിന്നെ നമ്മൾ ഇതൊരു 2 കോട്ട് ഫസ്റ്റ് നമ്മൾ സ്റ്റോൺ ഒട്ടിച്ച് കഴിയുമ്പോൾ ഒരു 2 കോട്ട് മസ്റ്റ് ആയിട്ട് അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്കൊരു 4-5 വർഷം, അതായത് നമ്മുടെ നെക്സ്റ്റ് പെയിന്റിംഗ് ടൈമിന് മാത്രം അത് റീകോട്ട് ചെയ്താൽ മതി. ഞാൻ പറഞ്ഞു പിന്നെ 2 ടൈപ്പ് സീലറാണ് വരുന്നത്. ഗ്ലോസി സീലർ വരുന്നുണ്ട്, മാറ്റ് സീലറും വരുന്നുണ്ട്. നമുക്ക് 2 കമ്പനി വരുന്നുണ്ട്. ഒന്ന് നമ്മുടെ MYK ലാറ്റിക്രേറ്റിന്റെയും വരുന്നുണ്ട്, എൻഡ്യൂറയുടെ സീലറുമാണ് വരുന്നത്. എൻഡ്യൂറയുടെ വരുമ്പോൾ നമുക്ക് റേറ്റ് കുറച്ച് കുറവായിരിക്കും. ഗ്ലോസിക്ക് നോർമലി റേറ്റ് കുറവാണ്, അതിന് കുറച്ച് കൂടുതലായിരിക്കും എൻഡ്യൂറയുടെ തന്നെ മാറ്റ് സീലറിനും. പിന്നെ MYK വരുമ്പോൾ കുറച്ചുകൂടി റേറ്റ് കൂടുതലായിരിക്കും. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റോൺസ് എല്ലാം ഓരോ ഹോൾസും പെനിട്രേറ്റ് ചെയ്ത് പോകും അതിന്റെ ആ സീലർ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അതുകൊണ്ടാണ് ആ റേറ്റിൽ വേരിയേഷൻസ് വരുന്നത് കേട്ടോ. അപ്പൊ നമ്മുടെ നാച്ചുറൽ സ്റ്റോൺസ് പലരും അലങ്കാര വസ്തുവായിട്ടാണ് നമ്മൾ പർച്ചേസ് ചെയ്ത് കൊണ്ടുപോകുന്നത്. അതിന് വേറെ ഗുണങ്ങളുണ്ട്, അത് ഞാൻ പറഞ്ഞു തരാം. ഇപ്പൊ നമ്മൾ ഒരു ഷോപ്പിൽ, ഇപ്പൊ നമ്മുടെ ഏരിയ കുറവായിക്കോട്ടെ കൂടുതലായിക്കോട്ടെ, നമ്മളൊരു ഷോപ്പിൽ പർച്ചേസ് ചെയ്യാൻ ചെല്ലുമ്പോൾ അത്യാവശ്യം നല്ല സ്റ്റോൺസ് തന്നെ പർച്ചേസ് ചെയ്യാം. നമുക്ക് മാർക്കറ്റിൽ പല റേറ്റിലും സ്റ്റാൻഡേർഡ് റേറ്റിലും താഴെ നമുക്ക് സ്റ്റോൺസ് കിട്ടും. അതിന്റെ ഗുണങ്ങളും ദോഷങ്ങളും ഒക്കെ മനസ്സിലാക്കി തന്നെ നമ്മൾ മാക്സിമം പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുക. ഏത് ബഡ്ജറ്റിലുള്ളവർക്കും പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന സ്റ്റോൺസ് ആണ് നമ്മുടെ പി സ്റ്റോൺ ഗാലറി നമ്മൾ ഒരുക്കിയിരിക്കുന്നത്. നമ്മൾ 45 രൂപ തുടങ്ങി നമുക്ക് 7000 വരെ സ്ക്വയർ ഫീറ്റിന് റേറ്റ് ഉള്ള സ്റ്റോൺസ് ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇതൊക്കെ 45 രൂപയുടെ സ്റ്റോൺ ആണ്. ഇത് ലൈം സ്റ്റോൺ ആണ്. ഇതൊക്കെ നമ്മുടെ ഒരു ബുച്ചിങ് ടൈപ്പ്, എഡ്ജൊക്കെ നമുക്ക് ചെറുതായിട്ട് ബുച്ച് ചെയ്തിട്ട് അതുപോലെ ആക്കി എടുക്കുന്നതാണ്. ഇത് വരുമ്പോൾ ഒരു 3 ഇഞ്ച് വീതിയും 1 അടി നീളമുള്ള സ്റ്റോൺസ് ആണ്. ഇതൊക്കെ വരുന്നത് നമ്മുടെ അടുത്ത് വെറും 45 രൂപയുള്ളൂ. 45 രൂപ തുടങ്ങി 7000 രൂപ വരെയുള്ള പെർ സ്ക്വയർ ഫീറ്റിന് 7000 രൂപ വരെയുള്ള സ്റ്റോൺസ് ആണ് നമ്മുടെ പി സ്റ്റോൺ ഗാലറിയിലുള്ളത്. അപ്പൊ നമ്മളിപ്പോൾ ഉള്ളത് പി സ്റ്റോൺ ഗാലറിയുടെ ഗോഡൗണിലാണ്. നമ്മൾ ഒരേ പീസസ് ആയിട്ട് കാണിച്ചു തരാം ഇതിന്റെ പീസസ് ഒക്കെ എങ്ങനെ വരണം എന്നുള്ളത്. ഇത് കണ്ടോ, ഇത് വരുമ്പോൾ സിംഗിൾ പീസസ് ആണ്. ഇത് 4 ഇഞ്ച് വീതിയും 1 അടി നീളമുള്ള പീസസ് ആണ്. പിന്നെ നമുക്ക് ഇതിന്റെ മെഷ് വരുന്നെന്ന് പറഞ്ഞ് ഇതാണ് മെഷ് വരുന്നത്. ഒരു ഇന്റർലോക്ക് ടൈപ്പ് ആണ് കേട്ടോ. നമ്മളത് ഓവർലാപ്പ് ചെയ്ത് പോവാം. അപ്പൊ ഇതിന്റെ ജോയിന്റ്സ് എവിടെയാണ് നമുക്ക് ഇത് അറിയാൻ പറ്റൂല.
ബാക്കിൽ ഇതേ ഒരു മെഷ് ഉണ്ട്. ഇത് ഈ സ്റ്റോണുകൾ തമ്മിൽ ഒന്ന് പിടിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള മെഷ് മാത്രമേ ഉള്ളൂ കേട്ടോ. നമ്മൾ ഗമ്മായിട്ട് ഇത് സ്റ്റിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഗമ്മും സ്റ്റോണും തമ്മിലുള്ള കോൺടാക്ട് മാത്രമേ ഉള്ളൂ. ഈ മെഷിന് അവിടെ യാതൊരു പ്രാധാന്യമില്ല. ഇത് കണ്ടോ, എഡ്ജ് എൽ ഷേപ്പിലായിട്ട് വരുന്നത് ഇന്റർലോക്ക് ടൈപ്പ് ആണ്. പിന്നെ അതിന്റെ തന്നെ സ്ട്രെയിറ്റ് കട്ട് വരുന്നുണ്ട് കണ്ടോ. ഇത് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ടുള്ള കട്ടാണ്. നമ്മൾ ഇഷ്ടിയെ കെട്ടുന്ന പോലെ കെട്ടി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജോയിന്റ്സ് അറിയൂല. ഇതും അതുപോലെ തന്നെ ബാക്കിൽ മെഷ് ആയിട്ട് വരുന്നതാണ്. ഒരു ഫൈബറിന്റെ ഒരു നെറ്റ് ഉണ്ടാവും. നെറ്റിൽ സെറ്റ് ചെയ്ത് വരുന്നതാണ് ഇതും കണ്ടോ. ഇതുപോലെ ആയിരിക്കും ഇതിന്റെ സെറ്റിംഗ് വരുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞു തരുന്നത് 30x30 സൈസിൽ വരുന്നത് ഇതാണ്. ഇത് കണ്ടോ 1x1, അതായത് 30 സെന്റിമീറ്റർ ആണ് ഇത് വരുന്നത്. ഇതും ബാക്കിൽ ഓൾറെഡി ഫുൾ മെഷ് ആയിട്ടാണ് വരുന്നത് കേട്ടോ. ഇതൊക്കെ സിംഗിൾ പീസ് ആണ്. ഈ ചെറിയ പീസ് ഇതേപോലെ തന്നെ ചെറിയ പീസ് സെറ്റ് ചെയ്തിട്ട് തന്നെയാണ് ഇത് വരുന്നത്. ഇതൊക്കെ നല്ല പണിപ്പെട്ട ഇതാണ്, വർക്കാണ്. ഇതൊക്കെ ഇതേപോലെ സെറ്റ് ചെയ്തെടുക്കാനായിട്ട് ടൈമൊക്കെ നല്ലവണ്ണം എടുക്കും. അപ്പൊ നമ്മൾ സിംഗിൾ പീസ് എടുക്കണേക്കാളും നല്ലത് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് നമ്മൾ ഇതേപോലത്തെ പീസസ്, അതായത് 1 അടി, അതായത് 2 അടി നീളം 6 ഇഞ്ച് വീതിയിൽ വരുന്ന പീസസ് എടുക്കുന്നതായിരിക്കും. ഇത് വെച്ചാൽ നമ്മൾ ഒരു പീസ് എന്ന് പറഞ്ഞാൽ 1 സ്ക്വയർ ഫീറ്റ് ആണ്. അപ്പൊ നമുക്ക് ഒരു 100 സ്ക്വയർ ഫീറ്റ് ഉണ്ടെങ്കിൽ 100 പീസ് എടുത്താൽ മതി. ഇത് അതേപോലെ അല്ല, ഇത് നമുക്ക് പീസസ് കൂടുതൽ എടുക്കേണ്ടി വരും. അതുപോലെ തന്നെ വർക്കും കൂടുതലാണ്. അതായത് ഇതിന്റെ എഡ്ജസ് ഒക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ സ്റ്റോൺ ആയത് കാരണം കൊണ്ട് ഇതിന്റെ സൈസിൽ വേരിയേഷൻസ് ഉണ്ടാവും, കളർ വേരിയേഷൻസ് ഉണ്ടാവും, അപ്പൊ തിക്നെസ് വേരിയേഷൻസ് ഉണ്ടാവും, ഈ വിട്ടിൽ വരുന്ന വേരിയേഷൻസ് ഉണ്ടാവും. അപ്പൊ നമുക്ക് അതൊക്കെ കട്ട് ചെയ്ത് ഡ്രസ് ചെയ്ത് ഒട്ടിച്ചാൽ മാത്രമേ കറക്റ്റ് പ്രോപ്പർ ആയിട്ടുള്ള നമുക്ക് ആ ലേയിങ് കിട്ടുള്ളൂ. അപ്പൊ നമുക്ക് ഒട്ടിക്കാൻ എളുപ്പം ഇതുപോലുള്ള പീസസ് ആയിരിക്കും. അതായത് നീളമുള്ള പീസ്, ഇങ്ങനത്തെ പീസസ് ആയിരിക്കും നമുക്ക് ഒട്ടിക്കാനായിട്ട് എളുപ്പം. ഇതിനെ അപേക്ഷിച്ച് സിംഗിൾ പീസിനെ അപേക്ഷിച്ച് ഒട്ടിക്കാൻ എളുപ്പം ഇങ്ങനെയുള്ള പീസസ് ആയിരിക്കും. അപ്പൊ നമ്മുടെ 5000 സ്ക്വയർ ഫീറ്റ് ഡിസ്പ്ലേ ഷോറൂം വരുന്നത് NH ബൈപ്പാസ് എടപ്പള്ളിയിലാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ഗോഡൌണിലാണ്, പീസ് സ്റ്റോണിന്റെ ഗോഡൌണിലാണ്. അപ്പോൾ നിങ്ങൾ നാച്ചുറൽ സ്റ്റോൺസ് പർച്ചേസ് ചെയ്യാൻ പോകുമ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും മനസ്സിൽ വെക്കുക. എന്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ജസ്റ്റ് ലൈക്ക് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.